ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവവുമായിട്ടാണ്. കൂട്ടുകറി. അതിനാവശ്യമായ സാധനങ്ങൾ പറയാം. 150 കടലപ്പരിപ്പ്, 5 വാഴക്ക, 1 ആണി ശർക്കര. ഞാൻ കടല ഉപയോഗിക്കുന്നില്ല, അതുപോലെ ചേനയും ഉപയോഗിക്കുന്നില്ല. വാഴക്കയും കടലപ്പരിപ്പും ഉപയോഗിച്ചാണ് കൂട്ടുകറി തയ്യാറാക്കുന്നത്. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് മാതിരി ചെറുതായി കഷ്ണങ്ങളാക്കി നുറുക്കി നന്നായി കഴുകിയെടുക്കുക. കഴുകിയെടുത്ത കഷ്ണങ്ങൾ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 1 വിസിലും അടുപ്പിച്ചാൽ കഷ്ണങ്ങളൊന്നും അലിഞ്ഞു പോവാതെ, പരിപ്പൊന്നും അലിഞ്ഞു പോവാതെ നല്ല പാകത്തിനുള്ള വേവായി കിട്ടും കേട്ടോ. അതുപോലെ ചെയ്താൽ മതി. എന്നതിന് ശേഷം ഒരു ചീനച്ചട്ടി എടുത്ത് 1-2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, 1 സ്പൂണ് ഉഴുന്ന്, അതുമായി 1 സ്പൂണ് ജീരകം, 2 വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില, 1 വലിയ വലിയ തേങ്ങയാണ് എടുക്കേണ്ടത്, ചെറുതെടുക്കരുത്. വലിയ തേങ്ങ എന്ന് വെച്ചാൽ കുറഞ്ഞ ഭാഗം നമുക്ക് അരച്ചെടുക്കണം. അതുകൊണ്ട് ആ നന്നായി കൈ വെച്ച് ഇളക്കിക്കൊണ്ടേ നിൽക്കുക. ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ നന്നായി ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കിക്കൊണ്ടേ നിന്ന് ആക്കിയാലോ. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഭാഗം മാത്രം കരിഞ്ഞു പോകും. അങ്ങനെ ഇളക്കിക്കൊണ്ട് നല്ല ബ്രൗൺ കളറാക്കുക. എന്നാൽ അതിൽ നിന്ന് ഒരു കുറഞ്ഞ ഭാഗം എടുത്ത് നമ്മൾ വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുത്ത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഈ പരുവത്തിൽ അരച്ചെടുക്കണം. കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. കഷ്ണങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് വേവിച്ചതിലേക്ക് നമ്മൾ 1 ആണി ശർക്കരയും ഈ അരച്ച തേങ്ങയും ഈ അരയ്ക്കാത്ത ഈ തേങ്ങയൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം. ഈ സമയത്ത് ചേർത്ത് ഞാൻ 1 സ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. വെച്ചാൽ എരിവിന് വേണ്ടിയിട്ട്. ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ചേർക്കാം. അല്ലെങ്കിൽ മുളക് ചേർത്താലും മതി കഷ്ണങ്ങൾ വേവിക്കുന്ന സമയത്ത്. എന്നതിന് ശേഷം അടുപ്പത്ത് വെച്ച് ഒരു 5-10 മിനിറ്റ് നന്നായി തിളപ്പിക്കുക. ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ചെയ്തു നോക്കൂ. ബായ്.